കവിതേ, കവിതേ. അങ്കിൾ, ഞാനിവിടുള്ള കാര്യം കഴിഞ്ഞ 25 ദിവസമായി ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രിയിൽ പോയപ്പോഴാണ് എനിക്ക് ഈ അഡ്രസ് കിട്ടിയത്. അങ്കിളിനെ ഞാൻ എത്ര പ്രാവശ്യം ISD ചെയ്തെന്നറിയാമോ? ഒക്കെ അറിഞ്ഞു മോളെ. കഴിഞ്ഞ 4 മാസമായി ഞാൻ വേൾഡ് ടൂറിലായിരുന്നു. വന്ന ശേഷമാണ് നിന്റെ ജീവിതത്തിലെ ദുരന്തം ഞാൻ അറിയുന്നത്. ഉടനെ നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കാത്തതിൽ ഖേദമുണ്ട്. എന്താ മോളെ സംഭവിച്ചത്? ദുഃഖിച്ചിട്ട് കാര്യമില്ല മോളെ. ഇതാ, ഇത് വെച്ചോളൂ. നിന്റെയും മോളുടെയും ഭാവി കരുതി തൽക്കാലം ഞാനിത് തരുന്നു. ചെറുമോളെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ സമയമില്ല. ഏതായാലും എത്രയും വേഗം നിന്നെയും മോളെയും ഞാൻ സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ആ, നിനക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത നിന്റെ കൂട്ടുകാരിയെ കണ്ടില്ലല്ലോ? അയ്യോ, അവര് രണ്ടുപേരും ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. അതെയോ? ശരി, എന്നാ ഞാൻ പിന്നെ കണ്ടോളാം. ഞാൻ ഇറങ്ങുക മോളെ. എന്താവശ്യം വന്നാലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. ശരി അങ്കിൾ. ഹലോ, സിന്ധു അല്ലേ? ഞാൻ അനിതയാ. നമ്മുടെ റോസി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അതെയോ? ഒന്നുമില്ല, ഒന്ന് കാണുമായിരുന്നു. ഓക്കെ, ബൈ. ஹலோ, தரங்கிணி மேடானோ? ஆமா, நான் தரங்கிணி தான் பேசுறேன். என்ன வேணும் சொல்லுங்க. ഞാൻ അനിതയാ. റോസി എവിടെ വന്നായിരുന്നോ? ഞാൻ പാത്ത് ரொம்ப നാളായി. താങ്ക്സ്. നീ റോസിയുടെ വീട്ടിൽ ട്രൈ ചെയ്യേ. ഞാൻ ട്രൈ ചെയ്തതാ, എടുക്കുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്യേ. ഹലോ, റോസി അല്ലേ? അതെ. നീ എന്താ റോസി, പണം വാങ്ങിപ്പോയിട്ട് 4 മാസമായിട്ടും ഒരു മറുപടി പോലും പറയാത്തത്? ഒരു ഫോണെങ്കിലും ചെയ്യായിരുന്നില്ലേ? അപ്പൊ ഈ നമ്പറിൽ ഉണ്ടായിരുന്ന റോസി? സോറി. എന്താ പറഞ്ഞേ? അവരെ വീട് വെക്കറ്റ് ചെയ്തിട്ട് 4 മാസമായെന്ന്. ചേട്ടാ, പണത്തിന് എന്താ ഒരു മാർഗം? വീട്ടു ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ക്ലബില് ഡൊണേഷൻ കൊടുത്തിട്ടില്ല. എല്ലാം കൊടുക്കാം, ഒന്ന് ക്ഷമിക്കേ. ഞാൻ എന്റെ ഫ്രണ്ടിനോട് പണം കടം ചോദിച്ചിട്ടുണ്ട്. പോയി നോക്കിട്ട് വരാം. അനിതേ, എവിടേക്കാ നിന്റെ ഈ പോക്ക്? വീട്ടു ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണം കടം വാങ്ങുക, പിന്നെ അത് വീട്ടാൻ മറ്റൊരിടത്തു നിന്ന് കടം വാങ്ങുക. ഇങ്ങനെ പോയാ സ്ഥിതി എന്താകുന്നൊന്ന് ഓർത്തു നോക്ക്. പ്ലീസ് അനിതേ, നിന്റെ ഈ ആഡംബരം ഒന്ന് നിർത്ത്. ആദ്യം നീ നിർത്ത്. ഞങ്ങളുടെ ഈ വളർച്ച നിനക്ക് താങ്ങാനാവുന്നില്ല. എന്ത് വളർച്ച? വീട് പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണം വാങ്ങിയും കുറെ ആഡംബരം കാണിച്ചു എന്ന് വെച്ച് അത് വളർച്ചയാണോ? ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷമായി കഴിയാനുള്ള ശമ്പളം നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് സുഖമായി ജീവിച്ചുകൂടെ? ഞങ്ങളുടെ വളർച്ചയിൽ നിനക്ക് അസൂയ. ഈ ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട നിനക്ക് ഞങ്ങളുടെ കുടുംബജീവിതം കാണുമ്പോൾ തീർച്ചയായും അസൂയ തോന്നും. ഒരു സഹതാപത്തിന്റെ പേരിൽ നിന്നെ വീട്ടിൽ കയറ്റിയതേ എന്റെ തെറ്റാണ്. ഞാൻ നിനക്കൊരു ഭാരമാണെങ്കിൽ അത് തുറന്നു പറ. നിന്നെ കുറിച്ചുള്ള എന്റെ വേദനകൾക്ക് നീ അസൂയെന്ന് പേരിട്ടാൽ അതെനിക്ക് താങ്ങാനാവില്ല. ഞാൻ പോയിക്കൊള്ള അനിതേ. പോകുന്നതിന് മുമ്പ് എന്നോട് നീ പല പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാ ഞാനും എന്റെ ഭർത്താവും ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന്. അതിനുത്തരം പറഞ്ഞിട്ട് പോകാം. അതായിരിക്കും ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുക. പറയാം, എല്ലാം പറയാം. നിന്നെ പോലെ ആഡംബരമായി ജീവിക്കാൻ കൊതിച്ച ഞാനും എന്റെ ഭർത്താവും ഇതുപോലെ പലരോടും പലിശയ്ക്ക് പണം വാങ്ങി
കവിതേ കവിതേ നീ ഇവിടെ ഇരിക്കായിരുന്നു? ഒരിടത്തൊന്നും പണം കിട്ടിയില്ല. നീ എന്താ എങ്ങനെ ഇരിക്കുന്നേ? മോളെ, കാര്യം എന്താന്ന് പറ. ചേട്ടൻ പുറത്തു പോയതും ആ പുരുഷോത്തമൻ വന്ന് അയാൾക്ക് കൊടുക്കാനുള്ള ബാക്കി എമൗണ്ട് ഉടനെ വേണമെന്ന് പറഞ്ഞ് എന്നോട് വഴക്കിട്ടു. അയാൾ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിച്ചെന്നറിയാമോ? നാട്ടുകാരെ മുഴുവൻ കൂടി നിന്ന് നോക്കുകയായിരുന്നു. എന്റെ തൊലി ഉരിഞ്ഞു പോയി ചേട്ടാ. എങ്ങനെയെങ്കിലും അയാളുടെ കട ഒന്ന് വീട്ട്. ആ നാരയോട് ഞാൻ അവധി ചോദിച്ചാണല്ലോ, പിന്നെ എന്തിനാ അവനോട് വന്നത്? ശരി, നീ വിഷമിക്കണ്ട, ഞാൻ അവനോട് ചോദിച്ചോളാം. വേണ്ട, ഒന്നും ചോദിക്കണ്ട. ഇതാ എന്റെ ജ്വൽസ് മുഴുവനുണ്ട്. ഇത് വിറ്റിട്ടായാലും അയാളുടെ കടം വിട്ടെ. എനിക്ക് വയ്യ ഇനിയും ഇങ്ങനെ കേൾക്കാൻ. കവിതേ, നിനക്കണിയൻ ഒന്ന് രണ്ടെണ്ണം എടുത്തോളൂ. വേണ്ട ഏട്ടാ, എനിക്കൊന്നും വേണ്ട. ആദ്യം കടം വിട്ടെ. ആ ആഹാ, വീണ്ടും വന്നോ? താൻ എന്താണ് വിചാരിച്ചേ? ഞങ്ങൾ അത്ര താഴ്ന്നൊന്നും പോയിട്ടില്ല. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോട് കാശ് വയ്ക്കാൻ ആര് പറഞ്ഞു? ഇതാ എടുത്തോ, തന്റെ പണം മുഴുവൻ എടുത്തോ. മേലിൽ ഈ പടി കയറിപ്പോരുത്. അരവിന്ദൻ സാറ് ചൂടാവാതെ. ഞങ്ങൾക്ക് കൃത്യമായി പലിശ കിട്ടിയ എത്ര പണം വേണമെങ്കിലും തരാം. ആർക്ക് വേണം നിന്റെ പണം? പൊയ്ക്കോ, മേലിൽ ഇവിടെ കണ്ടുപോരുത്. ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ പുരുഷോത്തമന്റെ കൈ കൊടുത്തു. അവന്റെ കടം വീട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് തരും? ദയവായി നിങ്ങൾ ക്ഷമിക്കണം. 40,000 രൂപ 4 പൈസ പലിശയ്ക്ക് വാങ്ങിയിട്ട് 16 മാസമായി. 5 മാസം പലിശ തന്നു. കഴിഞ്ഞ 11 മാസമായി പലിശയും ഇല്ല, മുതലും ഇല്ല. എനിക്ക് ഇപ്പൊ പണം കിട്ടണം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വന്ന് പണം ചോദിച്ചാ ഞങ്ങൾ എങ്ങനെ പണം തരും? അപ്പൊ പണം ഇല്ലെന്ന് പറഞ്ഞു തരുന്നേ? എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. എങ്ങനെങ്കിലും ഞാൻ വീട്ടിക്കൊള്ളാം. കടം വാങ്ങി കാറ് വാങ്ങി നീയും നിന്റെ ഭാര്യയും കൂടി ഊര് ചുറ്റി നടക്കുമ്പോ ഓർക്കണമായിരുന്നു. ഇപ്പൊ സ്വർണവും പോയി, കാറും പോയി. ഇനിയുള്ളത് ഈ കാണുന്ന വീടും ഇവിടുത്തെ കുറെ സാധനങ്ങളും മാത്രമല്ല എവിടെ കൂടിയുണ്ട്. അനാവശ്യം പറഞ്ഞതാ. എന്റെ പണത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. ബാക്കി തുക ഉടനെ കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ നടപടികൾ ഇതിലും രൂക്ഷമായിരിക്കും. അപ്പൊ എന്റെ കാശോ? എന്റെ കാശ് തരണം. ക്ഷമിക്ക്, പറ്റില്ല. തരാന്ന് പറഞ്ഞില്ലേ? കാശ് വേണം. നിങ്ങൾ പിടിച്ചിട്ട് പോകാൻ വന്നതാ. എന്റെ കാശ് തരണം. പൈസ വരണ്ടേ? ആരുമില്ല ഇവിടെ. ആരാ? ഞാനാ. എന്നെ ഓർമ്മയില്ലേ? നിന്റെ വീട്ടിലെ സാധനങ്ങൾ വിറ്റപ്പോ കുറച്ച് പണം കിട്ടി. ബാക്കി വാങ്ങാനാണ് ഞാൻ വന്നത്. ചേട്ടൻ ഇവിടില്ല, പുറത്തു പോയിരിക്ക. വൈകുന്നേരം വന്നാ കാണാം. വൈകുന്നേരം വന്നാലും കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. രാത്രി 10 മണി കഴിഞ്ഞാ വീട്ടിൽ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ദയവായി നിങ്ങൾ ഇവിടുന്ന് പോവും. ചേട്ടൻ വന്നതും നിങ്ങളെ ഒന്ന് കാണാൻ പറയാം. ആ കളി എന്നോട് വേണ്ട. നിന്റെ ഭർത്താവ് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. ഏതായാലും എന്റെ കാശ് മടക്കി തരാനുള്ള ശേഷി അവനില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനൊരു റിഡക്ഷൻ തരാം. കാശിന് പകരം നീ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി. എന്ത് അഡ്ജസ്റ്റ്? എന്ന് വെച്ചാ
നീ കുറച്ചു ദിവസം ആരും അറിയാതെ എന്നോടൊപ്പം താമസിക്ക. അല്ല നിനക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാത്രിയാവുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാം. എന്താ? എടാ പട്ടി, പുറത്തു പോടാ. ഞാൻ പുറത്തു പോകാൻ വന്നതല്ല, നിന്നെ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് വാടി വാടി. പകരം ചോദിക്കൂടാ പട്ടി. ക്ഷമിക്കും മോളെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം.